ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു വീട്ടിൽ വന്ന് കയറുമ്പോൾ രാഘവൻ അടിമുടി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം വിഷ്ണു പറയാണ്, അച്ഛാ എനിക്കൊരു കുഴപ്പമില്ല, അച്ഛനൊന്ന് ഇരുന്നേ എന്ന് പറഞ്ഞ് അച്ഛനെ ഇരുത്തുന്നു കേട്ടോ. അപ്പോൾ അവിടെ ശ്യാമ പറയാണ്, അതെ വിഷ്ണുവേട്ടൻ പോയത് മുതൽ മോള് പപ്പിമോളും സത്യമോളൊക്കെ പൂജാമുറിയിൽ തന്നെയാണ്, എപ്പോഴും വിഷ്ണു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നുള്ള വാക്ക് പറയുമ്പോൾ കൂടെ ശാലിനി ഉണ്ടായിരുന്നടോ, ശാലിനി ഇല്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ രാഘവൻ പറയാണ്, അത് നീ പറഞ്ഞത് ശരിയാണ്, ശാലിനി ഇല്ലായിരുന്നെങ്കിൽ നീ ഇല്ലായിരുന്നു. നിങ്ങളെ എവിടേക്ക് ഈശ്വരൻ ഘടിപ്പിച്ചത് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ശാലിനി നിനക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നത് ശരിയാണ് അച്ഛാ, ശാലിനി എനിക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ അയാൾ നെട്ടോട്ടം ഓടുന്നു. ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തെളിവുകളൊക്കെ എനിക്കെതിരെ ആയതുകൊണ്ട് ശാലിനി നെട്ടോട്ടം ഓടിയത് ഞാൻ കണ്ടതാണ് അച്ഛാ. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പുറത്തിറക്കിയിരുന്നത്. അവളില്ലെങ്കിൽ ഞാൻ ആ അഴിക്കുള്ളിൽ എന്ന് പറയുമ്പോഴാണ് സത്യമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ മോനെ എന്ന് പറഞ്ഞിട്ട് സത്യമ്മ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു വിടുകയാണ്. മോനെ നീ എന്തായി കാണിക്കുന്നത്? നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ ദേഷ്യം, ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ, മോനെ നീ എന്താണ് ഈ പറയുന്നത്? ഈ അമ്മ നിനക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? അത് ശരിയാ, എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിച്ചതെന്ന് മനസ്സിലായി. കാരണം നിങ്ങളുടെ വാശിയും ദേഷ്യവും ഒക്കെ മാറ്റിയെടുക്കാനോ ഉപയോഗിക്കാനോ ഒക്കെയുള്ള ഒരു ആയുധമായിരുന്നു ഞാൻ. എന്നാൽ ഇനി ഞാനില്ല, ഇനി ഞാൻ ഇറങ്ങുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എൻ്റെ അമ്മയാണ് സ്നേഹിച്ചത് എന്ന് വെച്ച് എൻ്റെ അച്ഛന് സ്ഥാനം കൊടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ വരുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. സ്കൂളിൽ ടീച്ചേഴ്സോ മറ്റുള്ളവരോ എന്നോട് പറയും അച്ഛനെയും കൊണ്ടുപോയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും കൊണ്ടാണ് വന്നത്. കാരണം എൻ്റെ അമ്മ ഞാനും കൂടി ഒരുമിച്ചിരുന്ന ആ സന്തോഷ വാക്കുകളുണ്ടല്ലോ, അത് പ്രത്യേക സുഖമായിരുന്നു. അത്രയും പ്രാണനായിരുന്നു എനിക്ക് എൻ്റെ അമ്മ. പക്ഷേ എൻ്റെ അമ്മ എന്താണ്, എൻ്റെ അമ്മയുടെ വാശിയും ദേഷ്യവും ഒക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ആയുധമാക്കി എന്നെ വെച്ചു. എൻ്റെ സന്തോഷമെന്ന്, എൻ്റെ സങ്കടമെന്ന് എൻ്റെ അമ്മ ഇന്നേ വരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഒരൊറ്റ തീരുമാനമുള്ളൂ, ഞാൻ പോകുന്നു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഇത് എൻ്റെ തീരുമാനമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിനോട് സത്യമാമ പറയണ, മോനെ നീ ഒരിക്കലും ഇറങ്ങരുത് രാഘവേട്ട, അവൻ പറയുന്നത് കേട്ടില്ലേ, അവൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, അവൻ പോട്ടെ എന്നവിടെ പറയുമ്പോൾ ഉടൻ തന്നെ രോഹിത്തിനോട് പറയണേ, നീ പറയടാ അവനോട് പോകണ്ടാന്ന്, ഈ അമ്മയ്ക്ക് അവനില്ലാതെ കഴിയില്ലെന്ന് നീ പറയടാ. ഇല്ല സത്യമേ, എനിക്ക് വിഷ്ണു ബ്രോയുടെ ഇനിയുള്ള സങ്കടങ്ങൾ കാണാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണു ബ്രോയുടെ ജീവിതം ഞാൻ തകർത്തു എന്ന് വിഷ്ണു ബ്രോയ്ക്കും എനിക്കും തോന്നാൻ പാടില്ല. അവരെവിടെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, അവരുടെ സന്തോഷം എവിടെയാണോ അത് നടക്കട്ടെ എന്ന് പറയാനായിട്ട്. എന്നിട്ട് രോഹിത് പറയണം, ശാലിനിയെ കാണാൻ സത്യമ്മയ്ക്ക് കഴിയില്ലെങ്കിൽ ശാലിനിയെ വിഷ്ണുവേട്ടന് ഇഷ്ടമാണ്, അപ്പോൾ വിഷ്ണുവേട്ടൻ എവിടെയാണോ അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴാണ് വിഷ്ണു ബാഗുമായി എടുത്തു വരുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ട് സത്യഭാമ ആകെ ഞെട്ടിപ്പോവാണ്. സത്യഭാമയുടെ ഇടനെഞ്ച് തകരുകയാണ്. തനിക്കൊരിക്കലും സഹിക്കാനാവാത്ത ആ വേദനയാണ് തൻ്റെ മകൻ ബാഗ് എടുത്ത് വരുമ്പോൾ ഇവിടെ സത്യഭാമക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ സത്യഭാമ, മോനെ നീ പോവല്ലേ, വിഷ്ണുവിനോട് പറയടാ എന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയില്ല, അവർക്ക് ഇഷ്ടം എവിടെയാണ് ജീവിക്കാൻ അവരവിടെ ജീവിക്കട്ടെ, അതാണ് നല്ലത് സത്യാമ്മ, അവരുടെ വഴിക്ക് വിട് സത്യാമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്ത് നിർത്തുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ വിഷ്ണുവിൻ്റെ മുന്നിൽ കൈക്കുപ്പിയും കൊണ്ട് പൊട്ടിക്കരയാനിട്ട്, മോനെ നീ എൻ്റെ വാക്കുകൾക്ക് വില നൽകടാ, നീ പോവല്ലടാ, നീ ഇല്ലാതെ ഈ അമ്മയില്ലടാ, നീ ഉണ്ടെങ്കിലേ ഈ വീട് ഉണരത്തുള്ളൂ, നീ ഇല്ലെങ്കിൽ ഈ അമ്മ മരിച്ചു എന്നാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ നീ പോവരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ സത്യാമ്മ പറയണേ, നിൻ്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിന് ഈ അമ്മയും തയ്യാറാവുന്നു. നിനക്ക് ശാലിനിയുടെ കൂടെ ജീവിക്കാനാണോ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ശാലിനിയെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ തയ്യാറാണ്. പക്ഷേ നീ കുറച്ച് സമയം എനിക്ക് തരണം, ആ സമയത്തിനുള്ളിൽ ഞാൻ എന്തായാലും ശാലിനിയെ ഈ വീട്ടിലോട്ട് വിളിച്ചിരിക്കുമെന്ന് പറയാനായിട്ടാ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ്, പറയാൻ വാക്കുകളില്ല വിഷ്ണുവിനും. അങ്ങനെ സത്യഭാമ അത് പറഞ്ഞ് ഉള്ളിലോട്ട് അങ്ങ് പോകുന്നു കേട്ടോ. ഈ സമയം ശ്യാമ, ഈശ്വര പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു, ഇനി എന്തായാലും സ്വസ്ഥതയും സമാധാനം എന്നിങ്ങനെ ശ്യാമ പറയുന്നു. ഈ സമയം രോഹിത്തും അതുപോലെ തന്നെ രാഘവനും പറയാണ്, എന്തായാലും മോനെ നിൻ്റെ അമ്മ അത് പറഞ്ഞല്ലോ, അതുകൊണ്ട് നീ പോണ്ട, ഇനി ഇവിടെ നിൽക്ക്. എന്തായാലും നിൻ്റെ അമ്മയുടെ ആ വാക്കുകൾ ഒരിക്കലും നിൻ്റെ അമ്മ തെറ്റിക്കില്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ് നിൻ്റെ അമ്മ, അതുകൊണ്ട് നീ പോണ്ട, നീ ഇവിടെ നിൽക്കെന്ന് പറയുമ്പോൾ പപ്പി പറയണേ, എൻ്റെ വിഷ്ണു അച്ഛൻ്റെ ബാഗിങ് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് ശ്യാമയുടെ കൈകളിൽ കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ വിഷ്ണു
പോകുന്നില്ലെന്ന തീരുമാനമെടുക്കുന്നു. പക്ഷേ സത്യഭാമയുടെ മനസ്സിൽ വരുന്ന ആ ഒരു വേദന, തൻ്റെ മകൻ കോടതി എന്നെ വെറുതെ വിട്ടെങ്കിലും ഇത്രയും ദിവസം താൻ അനുഭവിച്ച വേദന അത് മനസ്സിൽ നിന്നും മായാത്തൊരു വേദന തന്നെ എന്ന് പറയുന്ന ആ വാക്കും, ഇതേ സമയം വിഷ്ണുവിനോട് തൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കും, നീയാണ് എൻ്റെ ശ്വാസവും നിശ്വാസവും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളെല്ലാം ഇങ്ങനെ കിടന്ന് അലയടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ശാന്ത അവിടെ വരികയാണ്. മോളെ ഇനി ഒന്ന് അവിടെ നിന്നേ. എൻ്റെ ശാന്തിച്ചി, അതെ ഒരു ഗ്ലാസ് ചായ, എനിക്ക് സമയമില്ല, ഇതൊരു സ്പെഷ്യൽ ചായയടി, നീ ഇത് കുടിച്ചിട്ട് പോകുമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ശാരദാമ്മ അവിടെ എത്തുന്നു. അപ്പോൾ ശാരദാമ്മ പറയണേ, നിനക്കെന്താ ഈ ചായയുടെ ഒപ്പം എന്തെങ്കിലും കഴിച്ചാൽ? അത് വേണ്ട, എനിക്ക് സമയമില്ല, ഈ നേരത്ത് കഴിച്ചാൽ പോവില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ക്യാൻറ്റീനിൽ നിന്നും എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അനുവിനെയും കൂട്ടി കഴിച്ചുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ശാന്ത ചോദിക്കുക. എൻ്റെ ശാന്തേച്ചി, ഇതിൽ ഏലക്കായും മറ്റെന്തൊക്കെയോ ഉണ്ട്, അതെന്താ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശാന്ത പറയണം, ഇതൊരു സ്പെഷ്യലാണ്, ഞാൻ പറയുന്നില്ല, ചായ അടിപൊളിയല്ലേ, എന്തായാലും ശാരദാമ്മക്ക് ഒരു ചായ എടുക്കുക എന്ന് പറഞ്ഞ് ശാന്ത ഉള്ളിലോട്ട് പോകുമ്പോൾ ആ ചായ ഇങ്ങനെ കുടിച്ചും കൊണ്ടിരിക്കുന്ന ശാലിനി പറയണേ, ഈ ചായക്ക് വല്ലാത്ത സ്വാദ് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ചായകൾ ഞാൻ ഇങ്ങനെ വിഷ്ണുവേട്ടന് ഇട്ട് കൊടുത്തിരുന്നു. വിഷ്ണുവേട്ടന് വല്ലാത്തൊരു സ്നേഹമായിരുന്നു ആ സമയം. ആ ചായ കുടിക്കുന്നത് വരെ വിഷ്ണുവേട്ടൻ പിന്നീട് എൻ്റെ അരികത്ത് നിന്ന് പോയില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിഷ്ണുവേട്ടന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ബുള്ളറ്റിലോട്ട് ശാരദാമ്മയുടെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുടുംബശ്രീ ഹോട്ടലിലോട്ട് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി വരുന്ന വിഷ്ണുവിനെ ഇങ്ങനെ കാണിക്കുന്നു. എന്നാൽ രോഹിത് പറഞ്ഞല്ലോ, നീ ഇനി സ്വപ്നം കണ്ടു തുടങ്ങിക്കോ എന്ന് രോഹിത് പറഞ്ഞ ആ വാക്കും ശാലിനി ഇങ്ങനെ ഇപ്പുറത്ത് വിഷ്ണുവിനെ സ്വപ്നം കണ്ടു തുടങ്ങുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം എന്നാ അമ്മ ഞാൻ പോട്ടെ എന്ന് പറയുന്ന സമയത്താണ് ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. പിന്നീട് ശാലിനി ആ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ വിഷ്ണു ആയിരിക്കൂട്ടാ. അപ്പോൾ വിഷ്ണുവിനെ കണ്ടവിടെ തന്നെ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശാലിനി തിരിച്ചു കൂട്ടാ, രണ്ട് പേരുടെയും ആ ഹിമവെട്ടാതെയുള്ള നോട്ടം. അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയാം, എന്താ മോനെ അവിടെ നിൽക്കുന്ന, അകത്തോട്ട് എന്ന് പറയുമ്പോൾ അതെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ശാരദാമ്മേ. അപ്പോൾ ഉടൻ തന്നെ ശാലിനി പറയുന്നത്, ആ കാര്യം പറയാൻ വന്നവർ ഒളിച്ചും പാത്തൊക്കെ വരുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് വേഗം പോട്ടെ, എടി നീയൊന്നും മിണ്ടാതിരിക്കടി. അപ്പോൾ വിഷ്ണു പറയണേ, പറഞ്ഞോട്ടെ ശാരദാമ്മേ എന്ന് പറയണട്ടോ, ഇനിയിപ്പോൾ ഞാൻ ഇരുന്നില്ലെന്ന് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നേക്കാന്ന് പറയണട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാലിനി പറയാണ്, ശാരദാമ്മ ചോദിക്കുകയാണ്, അല്ല ഇനിൻ്റെ അമ്മ അറിഞ്ഞിട്ടാണോ വന്നത്? അമ്മ അറിയാതെ വരില്ലല്ലോ, കാരണം അമ്മ അറിഞ്ഞാതെ ഒളിച്ചും പാത്തും വരാൻ അറിയില്ലല്ലോ, അമ്മയെ പേടിയല്ലേ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു പുഞ്ചിരിക്കണേട്ടാ. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഹിമവെട്ടാത്ത നോട്ടം കാണുമ്പോൾ ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടി ഇവർ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ശാരദാമ്മക്ക് സമാധാനമാവണേട്ടാ. ശാരദാമ്മയോട് ശാലിനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്. അവരുടെ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്, ഇനി അടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് മറുപടി ശാലിനിയോട് പറയുന്നുണ്ട്. എന്തായാലും വിഷ്ണുമോനെ ഇനി പിടിച്ച കിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് അവരുടെ ദേഷ്യവും വാശിയൊക്കെ അടങ്ങിയിരിക്കുന്നത്. അത് അങ്ങനെയൊക്കെ തന്നെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണല്ലോ. അതൊക്കെ ഇങ്ങനെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ശാരദാമ്മ അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയാണ്, പോലെ ശാരദാമ്മയും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഉടൻ തന്നെ എന്താ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ, അതെ ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അമ്മയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കാൻ ശാലിനിയെ കൊണ്ടുവരാനുള്ള ആ നല്ല മുഹൂർത്തം അമ്മ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശാലിനിക്ക് വിശ്വസിക്കാനാവാത്ത ആ സത്യം, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ സത്യം കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒത്തിരി സന്തോഷമായി. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ഒരു പ്രത്യേക നോട്ടം ഇങ്ങനെ നോക്കുമ്പോൾ ശാരദാമ്മ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ശാരദാമ്മ അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ വിഷ്ണു അങ്ങനെ ശാലിനിയുടെ കൈ പിടിക്കുമ്പോൾ ശാലിനിക്ക് തൻ്റെ നെഞ്ചിലുള്ള എല്ലാ ഭാരങ്ങളും ഇറങ്ങിയതുപോലെയുള്ള ആ ഒരു ഫീലാണ്. അപ്പോൾ ഈ സമയത്തോ തൻ്റെ അമ്മ അതടോ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു എന്ത് ചെയ്യുന്നു, ശാലിനിയെ തൻ്റെ കൈകളിൽ കോരിയെടുക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.